പണ്ടൊരിക്കല് നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവന്റെ പെൺകുട്ടി, അവൾ എന്നെ ഒരു ദിവസം വിളിച്ച്, ഞാനിന്ന് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന സമയത്താണ്, അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് സഹായിക്കണം. എന്താണ് മോനെ? എന്റെ ആങ്ങള ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, പഠിക്കാൻ ഭയങ്കര മിടുക്കനാണ്, അവൻ എൻട്രൻസ് എഴുതി കിട്ടിയതാണ്. ഓ, പിന്നെ എന്നാ പ്രശ്നം? എന്നാ? അവനിപ്പം കൂടുതൽ ബൈബിള് പറയുന്ന അച്ഛാ. കൂടുതൽ ബൈബിള് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് കത്തോലിക്കന്റെ ചിന്ത. കൂടുതൽ ബൈബിള് പറയുന്നവർ എവിടെ പോയി കാണും? അത് തന്നെ. അവൻ കൂടുതൽ ബൈബിള് പറയുന്നു, അവൻ രണ്ടാമതും മാമോദീസ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ആകപ്പാടെ ഞങ്ങൾക്ക് സങ്കടമായി. അവൻ ഏതോ പെന്തക്കോസ്ത് സെക്റ്റിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. ആ ക്യാമ്പസിൽ ഇതുണ്ട്, ഇവരുടെ സെക്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഇവനെ പല രീതിയിൽ ഫോൺ വിളിക്കാൻ നോക്കി, അവൻ എടുക്കുകയില്ല. അവനറിയാം ഞാൻ ഇതിനായിരിക്കും വിളിക്കുന്നതെന്നറിയാം. അങ്ങനെ ഫോൺ വിളിക്കാനായിട്ട് നോക്കി, എന്ത് ചെയ്താലും അവൻ എടുക്കുകയില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു ദിവസം കഷ്ടപ്പെട്ട് ഞാൻ തച്ചിനിരുന്ന് പല പ്രാവശ്യം വിളിച്ച് അവസാനം അവൻ ലൈനിൽ വന്നു. അപ്പൊ അവനോട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, നല്ല പയ്യനാ, നല്ല എളിമയുള്ള ഒരു കൊച്ചാണ് അച്ഛാ, എനിക്ക് അച്ഛനൊന്നും തോന്നരുത്, എന്നാ കാത്തലിക്സ് ഒന്നും ജെനുവിൻ അല്ല. ആരോടാ ഇത് പറയുന്നത്? കത്തോലിക്ക വൈദികനോടാ. ഞാൻ പറഞ്ഞു, മോനെ ശരിയായിരിക്കും, ഞങ്ങളൊക്കെ ജെനുവിൻ അല്ല, ഞങ്ങളൊക്കെ പാപികളും ദുർബലരും ഒക്കെയാണ്, ഇഷ്ടംപോലെ കുഴപ്പങ്ങളും ഞങ്ങൾ ഒപ്പിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കർത്താവിന്റെ വഴികളിൽ നടക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ശരിയാ. എന്നിട്ട് ഞാൻ അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നീ പരിചയപ്പെട്ട ആദ്യത്തെ കത്തോലിക്കനാണ്? കത്തോലിക്കര് ജെനുവിനല്ലെന്നല്ലേ അവന്റെ തിയറി. ഞാൻ ചോദിച്ചു, നീ പരിചയപ്പെട്ട ആദ്യത്തെ കത്തോലിക്കൻ ആരാണ്? കാരണം ഞാൻ ഈ കുടുംബത്തെ അറിയുന്നത് ഇവന്റെ അപ്പനും അമ്മയും കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് കുറെ നാളുകൾ വന്നു. അതുകൊണ്ടാണ്, അങ്ങനെയാണ് ഞാൻ ഇവരെ അറിയുന്നത്. ഉടനെ അവന് ബുദ്ധിയുള്ളവന്, അവന് പിടികിട്ടി ചോദ്യം ആരിലേക്കാണെന്ന്. ഉടനെ അവൻ പറഞ്ഞു, അച്ഛന് എന്റെ പേരൻസിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇല്ല, എന്റെ പേരൻസിനെ എനിക്ക് ചക്കര ഇഷ്ടമാണ്, പഞ്ചാര ഇഷ്ടമാണ്, അവരെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ ഇഷ്ടമില്ല. പക്ഷെ ജനറലി കാത്തലിക്സ് ആർ നോട്ട് ജെനുവിൻ. ഞാൻ പറഞ്ഞു, മോനെ അല്ല, നീ ഉദ്ദേശിക്കുന്നത്, നീ നിന്റെ പേരൻസിന്റെ ജീവിതം കണ്ട് മടുത്തിട്ട് അവരോടുള്ള അരിശം പ്രകടിപ്പിക്കുന്നതാണ്. എങ്ങനെ? അവരിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ മൂല്യം നീ തിരസ്കരിച്ചു. മാതാപിതാക്കളിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുന്ന മൂല്യം വിശ്വാസമാണ്. അവരോടുള്ള ദേഷ്യവും അരിശവും മക്കള് തീർക്കുകയാണ്. എങ്ങനെ? പള്ളി വരാതിരിക്കുക, വിശ്വാസം മാറുക, വിശ്വാസത്തിൽ നിന്ന് പോവുക. നമ്മുടെയൊക്കെ പല പിള്ളേരുടെയും ക്രൈസിസ് തന്നെ. അപ്പൻ ബാഡ്ജും കുത്തി സർവ്വനേരവും പള്ളിയില്ല, അമ്മ എവിടെ പന്തൽ കെട്ടിയാലും പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. ഈ അടുത്ത നാളിലാണ് ഈ പന്തലും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനമാണ്, പ്രൈസ് ദി ലോർഡിന്റെ പന്തൽ അപ്പുറത്താണെന്ന് പറഞ്ഞ് എഴുന്നേപ്പിച്ചു വിട്ടത്. പന്തൽ കണ്ടോ അമ്മ പ്രൈസ് ദി ലോർഡ് പറയും. അതാണ് അമ്മയ്ക്ക് പന്തലിന്റെ ആത്മീയതയാണ്. അപ്പോ പന്തല് കണ്ടാ പ്രാർത്ഥിക്കുന്ന അമ്മയും സർവ്വനേരവും ബാഡ്ജും കുത്തി പള്ളിയിലുള്ള അപ്പനും വീട്ടിൽ വന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും, നേരിട്ടുള്ള യുദ്ധം, ശീതസമരം എന്ന് തുടങ്ങി, നുഴഞ്ഞു കയറ്റം എന്ന് തുടങ്ങി പല പ്രശ്നങ്ങൾ വീട്ടിൽ. പിള്ളേർക്ക് ഇത് മനസ്സിലാകത്തില്ല. അവർ ആ അരിശം പ്രകടിപ്പിക്കുന്നത് അവരിൽ നിന്ന് കിട്ടുന്ന അവരുടെ മൂല്യങ്ങളോടുള്ള അരിശമാണ്. എന്ന് പറയുന്ന പോലെ മാതാപിതാക്കളോടുള്ള ബന്ധം, മാതാപിതാക്കളുടെ മൂല്യങ്ങളോട് കുഞ്ഞുങ്ങൾ കാണിക്കുന്നു പറയുന്ന പോലെ നിങ്ങളോടുള്ള ബന്ധം, നിങ്ങളോടുള്ള അടുപ്പം, നിങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസത്തോടുള്ള അടുപ്പമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിശ്വാസ പരിശീലനത്തെ പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. വിശ്വാസ പരിശീലന പരിപാടി പിള്ളേരുകളിയാക്കരുത്. പിള്ളേരുകളി വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും, നമുക്ക് എവിടെ പോകേണ്ടത്, ടീച്ചർമാരുടെ കൂട്ടായ്മ, പിക്കനി, അതായി ഇതായി. അതല്ല, നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം, ഒരുങ്ങണം, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം, ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. അങ്ങനെ നമുക്ക് വിശ്വാസത്തിന്റെ അനുഭവത്തില് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കും. വിശ്വാസത്തിൽ വളരാനും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഉപവാസവും പ്രാർത്ഥനയും തീർത്ഥാടനങ്ങളും ഒക്കെയാണ് വിശ്വാസത്തിൽ വളരാൻ. പള്ളി വന്നാൽ മാത്രം വിശ്വാസം വളരില്ല, ത്യാഗം എടുക്കണം. അതുകൊണ്ട് തന്നെ ഉപവാസത്തെ പ്രോത്സാഹിപ്പിക്കണം. വെള്ളിയാഴ്ച മാംസവർജനമൊക്കെ നിങ്ങൾ കളഞ്ഞു അല്ലേ? ഞങ്ങളൊക്കെ ഇപ്പോഴും പാവങ്ങള്, അതൊക്കെ നിങ്ങൾ നോക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളോട് ഇടയ്ക്ക് ചോദിക്കും, ഇവിടെ എന്നാ കുഴപ്പം, അവിടെ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയും. വെള്ളിയാഴ്ച മാംസവർജനം പണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു.
അത് അതൊക്കെ ഒരു പരിത്യാഗമാണ്. പരിത്യാഗമില്ലാത്ത വിശ്വാസ ജീവിതം കഴമ്പില്ലാത്ത വിശ്വാസമായിട്ടുള്ള. അതുകൊണ്ട് തീർത്ഥാടനങ്ങൾ നടന്ന് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോവുക, ഉപവാസം അനുഷ്ഠിക്കുക, മാസത്തിലൊരിക്കൽ ഇങ്ങനെയുള്ള നിഷ്ഠകൾ, രാവിലെ എഴുന്നേൽക്കുക, കുരിശ് വരച്ചുകൊണ്ട് എഴുന്നേൽക്കുക, എവിടെ അതുപോലെ വൈകുന്നേരം കുരിശ് വരയ്ക്കുക, സ്തുതിയൊല്ലുക, ഇതെല്ലാം വിശ്വാസം വളർത്താൻ സഹായിക്കും. ഏതായാലും ഇനിയും ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ള വിശ്വാസം കൂടെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന സമയം തീർന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ ഇത്രയും ശ്രദ്ധയോടുകൂടി അനങ്ങാതെ ഇരുന്നു അല്ലേ? അതിന് കൈയടിക്കും, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും നല്ല അധ്യാപകരുള്ള ഈ അതിരൂപത എനിക്ക് അഭിയോന്യ കളത്തിപ്പറമ്പ് പിതാവിനോട് അസൂയ തോന്നുന്നുണ്ട് കേട്ടോ. എന്നോ നല്ല അധ്യാപകരാണ് നിങ്ങള്. നല്ല സാരിയൊക്കെ ഉടുത്താ വന്നിരിക്കുന്നു. അത് ഉടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ ഇന്ന് വന്നതെന്നും എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല കൂട്ടായ്മ, നല്ല ഒരു കൂട്ടായ്മ. അവിടെയും ഈ ഹോളിന് പുറത്തും ഇത്രയും തന്നെ ആൾക്കാർ ഇരിപ്പുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയുടെ നന്മകളെ കുറിച്ച് ആഘോഷിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറട്ടെ. സഭയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് വിശ്വസിക്കാൻ ആരും കാത്തിരിക്കേണ്ട. മനുഷ്യനുള്ളിടത്തോളം കാലം പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ കുരിശിന്റെ മാർഗത്തിലൂടെ ഉറപ്പോടുകൂടി പോവുക, വിശ്വാസത്തിന്റെ നല്ല ഫലങ്ങൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുക, അഭിമാനത്തോടെ വിശ്വാസ ജീവിതം നയിക്കാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്.